നാം വിശ്വസിക്കുന്ന ആശയത്തിന് അത്രമാത്രം ഡെപ്ത് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ നേരിട്ട് അതിനെ തകർത്ത് കളയാൻ പറ്റുകയുള്ളൂ. അത്തരമൊരു ഡെപ്ത് ഇസ്ലാമിന് ഇല്ലാത്തത് കൊണ്ടാണ് ഇസ്ലാമിനെതിരെ വിമർശനങ്ങൾ ഉയരുമ്പോൾ ആ വിമർശകർക്കെതിരെ ആയുധമെടുക്കേണ്ട ഗതികേട് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഉണ്ടാകുന്നത്. ഇസ്ലാം എന്ന ഐഡിയോളജി ഉള്ളുപൊള്ളയായ ഒന്നാണ്. സത്യദൈവത്തെ അറിയാത്ത, അക്ഷരാഭ്യാസമില്ലാത്ത, തികച്ചും അപരിഷ്കൃതനായ ഒരു കാട്ടറബി തൻ്റെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി അന്ന് അറേബ്യയിലും ചുറ്റുപാടും ഉണ്ടായിരുന്ന മതങ്ങളിൽ നിന്ന് കുറേ കാര്യങ്ങൾ കോപ്പിയടിച്ചും പിന്നെ തൻ്റെ തോന്നലുകൾക്കനുസരിച്ചും തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുത്ത ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്ന മതം. മുഹമ്മദിൻ്റെ സ്വാർത്ഥ മോഹങ്ങൾക്ക് തൃപ്തി വരുത്താൻ ഉണ്ടാക്കിയ പുസ്തകമായ ഖുർആനാണ് ആ മതത്തിൻ്റെ അടിസ്ഥാന പ്രമാണം. ആ മതത്തിന് ദാർശനികമായ യാതൊരു അടിത്തറയുമില്ല. ആത്മീയത അതിൻ്റെ 7 അയലത്തുകൂടി പോയിട്ടുമില്ല. മറ്റ് മതങ്ങളിലെ